നടി കൽപ്പനയുടെ ഭർത്താവ് അനിൽകുമാർ വീണ്ടും വിവാഹിതനായി എന്ന വിവരം അടുത്തിടെയാണ് പ്രേക്ഷകർ അറിഞ്ഞത്. അഡ്വക്കേറ്റായ കൃഷ്ണയാണ് അനിലിനെ വിവാഹം ചെയ്തത്. ഒരാഴ്ച മുമ്പ് ഒരു സെലിബ്രിറ്റി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ രണ്ടാം ഭാര്യയ്ക്കൊപ്പം അനിലെത്തിയിരുന്നു. ആ വീഡിയോ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് മകൾ ശ്രീമയുമായി അനിൽ ബന്ധം പുലർത്താത്തതിന്റെ കാരണമാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ശ്രീമയി അമ്മയെക്കുറിച്ച് എപ്പോഴും വാചാലയാകാറുണ്ടെങ്കിലും അച്ഛനെ കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് അച്ഛനൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും താരപുത്രി പങ്കുവയ്ക്കാറില്ലെന്ന ചോദ്യവുമുണ്ട്. കൽപ്പനയുമായി വേർപിരിയും മുമ്പ് വരെ മകളെ ജീവനായി കൊണ്ടു നടന്നിരുന്നയാളാണ് അനിൽകുമാർ. അതുകൊണ്ട് തന്നെയാണ് അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന സംശയം ആരാധകർക്കുണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അതിനുള്ള കാരണം അനിൽകുമാർ വെളിപ്പെടുത്തിയിരുന്നു. മകൾ കൽപ്പനയുടെ അമ്മയ്ക്കൊപ്പം ചെന്നൈയിലാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം കഴിഞ്ഞു. ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്നുവെന്ന് കേട്ടിരുന്നു. മനസ്സുകൊണ്ട് ഏറ്റവും അടുത്തവരായിരുന്നു തങ്ങൾ. തന്റെ അമ്മയും സഹോദരിയുമായും ഒക്കെ അവൾ നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും കൽപ്പന മരിച്ച ശേഷം പോലും തങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെന്നും കുറച്ചു നാളായി കാണാറില്ല, സംസാരിക്കാറുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് തനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും ആരൊക്കെ ചേർന്ന് അവളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് അനിൽകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുവരെ തനിക്കൊപ്പം ഷോപ്പിങ്ങിനൊക്കെ വന്നിരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം കൂടിക്കാഴ്ചകളില്ലാതെയായി. ഒരുപക്ഷെ അവൾക്ക് അവളുടേതായ തിരക്കുകൾ ഉണ്ടാകാം. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എന്നെങ്കിലും ഒരിക്കൽ അവൾ തന്നെ തേടി വരുമെന്ന്. അല്ലെങ്കിൽ അവൾക്കൊരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവളെ തേടി ചെല്ലും. അവൾ എന്റെ മകളാണ്. എന്നും എന്റെ ഹൃദയത്തിൽ അവൾ ഉണ്ടാകും. ആർക്കും ആ ബന്ധം പറിച്ചെറിയാനാവില്ല എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. അച്ഛന്റെ അഭിമുഖം വൈറലായതിനു പിന്നാലെ ശ്രീമയി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കൈക്കുഞ്ഞായ ശ്രീമയെ നെഞ്ചോട് ചേർത്ത് ഓമനിക്കുന്ന കൽപ്പനയാണ് വീഡിയോയിലുള്ളത്. കൽപ്പനയുടെ പ്രസവം കഴിഞ്ഞ് വൈകാതെ പകർത്തിയ വീഡിയോയാണ് ശ്രീമയി പങ്കിട്ടത്. അമ്മ മാത്രമേ തന്നെ എപ്പോഴും സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് അച്ഛനോട് പറയും പോലെയായിരുന്നു ശ്രീമയുടെ ആ വീഡിയോ. ഒരു കുപ്പിയിൽ പാലുമായി പ്രസവിച്ച അധികം നാൾ പ്രായമില്ലാത്ത കൊച്ചുകുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവന്ന മടിയിലിരുത്തി ഓമനിക്കുന്ന കൽപ്പനയുടെ ഒരു ചെറിയ വീഡിയോയാണ് ശ്രീമയി പോസ്റ്റ് ചെയ്തത്. മാതാപിതാക്കളിൽ ശ്രീമയ്ക്ക് ഏറെ അടുപ്പമുള്ളത് അമ്മയോടാണ്. ഏറെക്കാലം തന്റെ അമ്മയും അമ്മയുടെ സഹോദരിമാരും ചേച്ചിമാരാണെന്ന് കരുതിയിരുന്ന ഒരു ബാല്യം തനിക്കുണ്ടായിരുന്നുവെന്നും പിന്നീട് ആ തെറ്റിദ്ധാരണ എല്ലാവരും ചേർന്ന് പറഞ്ഞു മാറ്റിയെടുക്കുകയായിരുന്നുവെന്നും ശ്രീമയി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൽപ്പനയുടെ ജീവിതം തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോഴും അമ്മയുടെ ഓർമ്മകളാണ് ശ്രീമയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനം. അമ്മയുടെ തനി പകർപ്പാണ് മകളെന്നാണ് ആരാധകരും പറയാറുള്ളത്. കൽപ്പനയുടെ മരണത്തോടെ തകർന്നുപോയ ജീവിതം ശ്രീമയി തിരികെ പിടിച്ചത് ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയുടെയും കൽപ്പനയുടെ കുടുംബത്തിന്റെയും സ്നേഹം കൊണ്ടാണ്. അതേസമയം കൽപ്പന ഓർമ്മയായിട്ട് 7 വർഷങ്ങൾ പിന്നിടുന്നു. സഹനടിയായി വെള്ളിത്തിരയിൽ എത്തിയ താരം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമായി സജീവമായിരുന്നു. 39 വർഷത്തിനിടയിൽ 300ഓളം സിനിമകളിൽ അഭിനയിച്ച കൽപ്പന ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത്. സംവിധായകനായ അനിലായിരുന്നു കൽപ്പനയുടെ ജീവിത പങ്കാളി. പക്ഷേ പൊരുത്തക്കേടുകൾ മൂലം ഇരുവരും കൽപ്പന ജീവിച്ചിരുന്നപ്പോൾ തന്നെ വേർപിരിയുകയുണ്ടായി. ഏക മകൾ ശ്രീമയി കൽപ്പനയ്ക്കൊപ്പമാണ് വളർന്നത്. നടിയുടെ കുടുംബമാണ് ഇപ്പോൾ ശ്രീമയെ സംരക്ഷിക്കുന്നത്. കുടുംബ പാരമ്പര്യം പിന്തുടരാൻ ശ്രീമയി തീരുമാനമെടുത്തിട്ടുണ്ട്. പൊടിയമ്മ എന്ന് വിളിക്കുന്ന നടി ഉർവശിയുടെ ഒപ്പം ഒരു സിനിമയിൽ ശ്രീമയി അഭിനയിച്ചു കഴിഞ്ഞു. അതേസമയം വേർപിരിഞ്ഞ് ശത്രുക്കളെ പോലെയാകാൻ മാത്രം പ്രശ്നങ്ങളൊന്നും കൽപ്പനയ്ക്കും തനിക്കും ഇടയിലില്ലായിരുന്നുവെന്നും ചിലർ ചേർന്നുണ്ടാക്കിയ തെറ്റിദ്ധാരണകളല്ലാതെ പരസ്പര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് തങ്ങൾ പിരിഞ്ഞതെന്നുമാണ് കഴിഞ്ഞ ദിവസം അനിൽകുമാർ പറഞ്ഞത്. ഒരിക്കലും തങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല. ഒരു വലിയ പ്രശ്നത്തിന്റെ പേരിലല്ല തങ്ങൾ അകന്നുപോയത്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ളവരാണ് തങ്ങളെ രണ്ടു വഴിക്കാക്കിയത്. സത്യം പറഞ്ഞാൽ എന്തിനായിരുന്നു തങ്ങൾ പിണങ്ങിയതെന്ന് ഇപ്പോഴും തനിക്ക് അറിയില്ല എന്നൊക്കെയാണ് അനിൽകുമാർ പറഞ്ഞത്. എല്ലാ ദമ്പതിമാർക്കിടയിലും പതിവുള്ളതുപോലെ ചെറിയൊരു പിണക്കത്തിൽ നിന്ന് തുടങ്ങിയതാണെന്നാണ് അനിൽകുമാർ പറഞ്ഞത്. ചില നിക്ഷിപ്ത താല്പര്യക്കാർ പിന്നിൽ നിന്ന് അത് ആളിക്കത്തിക്കുകയും ചെറിയ മുറിവുകൾ വലിയ വ്രണമാക്കി മാറ്റുകയും ചെയ്തു. കൽപ്പനയെ തനിക്ക് സംശയമാണെന്ന് വരെ പറഞ്ഞു പരത്തി. കൽപ്പന എങ്ങനെയുള്ള ആളാണെന്ന് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാളെ താൻ സംശയിക്കുന്നത് എന്തിനാണെന്നും അനിൽകുമാർ കഴിഞ്ഞ ദിവസം ചോദിച്ചു. ഓരോ ദിവസവും കൽപ്പന വരുമോ എന്ന് കരുതി താൻ കാത്തിരുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞിരുന്നു. അക്കാലത്തൊക്കെ വീടിന്റെ മുൻവാതിൽ ഏറെ വൈകിയേ താൻ അടയ്ക്കുമായിരുന്നുള്ളൂ. പെട്ടെന്ന് ഏതെങ്കിലും ഒരു നിമിഷം മുന്നറിയിപ്പില്ലാതെ കൽപ്പന കയറി വന്നാലോ എന്ന് തന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. തനിക്കും അതേ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നതെന്നും കൽപ്പനയ്ക്ക് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ചികിത്സയും നടത്തിയിരുന്നുവെന്നും ഒരുമിച്ചുള്ളപ്പോൾ താൻ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കും. തമ്മിൽ അകന്ന ശേഷം അവസാനമായി താൻ അവൾക്ക് അയച്ച മെസ്സേജ് ഇപ്പോഴും തന്റെ ഓർമ്മയിലുണ്ട്. അത് മരുന്ന് മുടക്കരുത്, സമയത്ത് ഓർത്തെടുത്ത് കഴിക്കണമെന്നായിരുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞു. കൽപ്പന മരിക്കും വരെ തന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരുന്നില്ല എന്നും അതിലേക്ക് ചേട്ടാ ഞാൻ വരികയാണെന്ന് പറഞ്ഞൊരു കോൾ വരുമെന്ന് താൻ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടോ അത് നടന്നില്ല എന്നും അനിൽകുമാർ പറഞ്ഞു. തങ്ങളുടെ ബന്ധം തകർന്നതിൽ ഒരിക്കലും താൻ കൽപ്പനയെ കുറ്റപ്പെടുത്തുന്നില്ല. തന്റെ ഭാഗത്തും വീഴ്ചകൾ ഉണ്ടാവാം. ഇന്നത്തെ പക്വത അന്ന്
തനിക്ക് ഉണ്ടായിരിക്കില്ല. കൽപ്പന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എത്രയും വേഗം നീ തിരിച്ചു വരണം, വന്നില്ലെങ്കിൽ താൻ കേസ് കൊടുക്കുമെന്നാണ് അവസാനമായി താൻ പറഞ്ഞതെന്നും അതും ഇപ്പോഴും തന്റെ ഓർമ്മയിലുണ്ടെന്നും കൽപ്പനയ്ക്കെതിരെ താൻ കോടതിയെ സമീപിച്ചത് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടല്ല, കൽപ്പന വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ പിന്നീട് എല്ലാം രൂക്ഷമായി പോയെന്നും അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു. തങ്ങളെ തമ്മിൽ അകറ്റിയതിൽ ചില അദൃശ്യ കാര്യങ്ങളുണ്ടെന്നാണ് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കൽപ്പനയോട് തനിക്ക് ഒരിക്കലും ഇഷ്ടക്കുറവുണ്ടായിട്ടില്ല, അവൾക്കും അങ്ങനെ തന്നെയായിരുന്നുവെന്നും എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിധിയായി കരുതാം. അസുഖമുണ്ടെങ്കിലും അവൾ ഇത്ര വേഗം മരിക്കുമെന്ന് താനും കരുതിയില്ല എന്നും തന്നെ തോൽപ്പിച്ച് കടന്നു കളഞ്ഞ പോലെയാണ് അനുഭവപ്പെട്ടത്, ഇന്നും വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന സംഭവമാണതെന്നും അനിൽകുമാർ പറഞ്ഞിരുന്നു. കൽപ്പന മരിച്ചപ്പോൾ കാണാൻ ചെന്നില്ലെന്ന ആരോപണത്തോടും അനിൽകുമാർ പ്രതികരിച്ചു. അതിന്റെ സത്യം പുറത്തു പ്രചരിക്കുന്നത് പോലെയല്ല. ആ സമയത്ത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് താൻ ഷൂട്ടിലായിരുന്നു. അതിലുപരി താൻ മനഃപൂർവ്വം പോകാതിരുന്നതാണെന്നാണ് അനിൽകുമാർ പറഞ്ഞത്. ജീവനില്ലാത്ത ഒരു കൽപ്പനയെ കാണാനുള്ള ശക്തി തനിക്കുണ്ടായിരുന്നില്ല. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ മുഖം മൂടിക്കിടക്കുന്ന കൽപ്പനയെ കുറിച്ച് ആലോചിക്കാൻ കൂടി വയ്യ. അവൾ മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ പോലും താൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും തനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് മകളെ വിളിച്ചിട്ട് താൻ പറഞ്ഞുവെന്നും പൊതുവെ ഇത്തരം കാര്യങ്ങളുടെ വല്ലാതെ ഭയമുള്ള ആളാണ് താൻ. മറ്റുള്ളവർ അതിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സംവിധായകനായിരുന്ന അനിൽകുമാറും നടി കൽപ്പനയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. 1998 വിവാഹം കഴിച്ച താരങ്ങൾ 2012 വേർപിരിഞ്ഞു. പ്രണയിച്ച് വിവാഹം കഴിച്ചെങ്കിലും നടി കൽപ്പനയുടെ ദാമ്പത്യ ജീവിതം ഇടയ്ക്ക് പ്രതിസന്ധിയിലായി. ഭർത്താവുമായി പിണങ്ങിയ കൽപ്പന അദ്ദേഹത്തിന്റെ വീട് വിട്ടുപോവുകയായിരുന്നു. മരിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് നടി ഭർത്താവുമായി നിയമപരമായി വേർപിരിഞ്ഞിരുന്നു. ശരിക്കും കൽപ്പനയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ ഭാര്യയ്ക്കൊപ്പമുള്ള അലിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതോടെയാണ് അനിൽകുമാറിന്റെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.